അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇശാ നമസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് തീരുന്നത്, സുബ്ഹി വരെ ഉണ്ടോ എന്നതാണ്. പല ആളുകൾക്കും തെറ്റിദ്ധാരണയുള്ള ഒരു വിഷയം, അബദ്ധധാരണ കൊണ്ട് നടക്കുന്ന ഒരു വിഷയം ആണിത്. ഇശാ നമസ്കാരം സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ നമസ്കരിക്കാം എന്നാണ് പലരുടെയും ധാരണ. അതുകൊണ്ട് എന്തെങ്കിലും തിരക്കുകളോ യാത്രയോ ഒക്കെ ഉണ്ടായാൽ രാത്രി 12 മണിക്ക് ശേഷം ഇശാ നമസ്കരിക്കുന്ന പലരെയും കാണാം. അത് ഒരിക്കലും സ്വീകാര്യമല്ല. ഒരാൾ ബോധപൂർവം അർദ്ധരാത്രിക്ക് ശേഷം ഇശാ നമസ്കരിച്ചാൽ അയാളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാഇൻ്റെ വഖത്തിനെ പറ്റി പറഞ്ഞത് വവഖത്തുൽ ഇശാഇ ഇലാ നിസ്ഫിൽ ലൈൽ എന്നാണ്. അതായത് ഇശാഇൻ്റെ സമയം, അവസാന സമയം എന്ന് പറയുന്ന അർദ്ധരാത്രി വരെയാണ്, സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെയല്ല. എന്നാൽ എന്തെങ്കിലും തിരക്ക് കാരണത്താൽ അത് മറന്നു പോവുകയോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഏത് നമസ്കാരത്തിൻ്റെ വിഷയത്തിലും എന്നതുപോലെ ഇവിടെയും അതിനുള്ള ഒരു പ്രായശ്ചിത്തമുണ്ട്. എന്താണ്? മൻ നാമ മിനസ്വലാ അനിസ്വലാത്തി ഔ നസിയഹ, ഒരാൾ നമസ്കാരം അത് മറന്നുപോയി അല്ലെങ്കിൽ അയാൾ ഉറങ്ങിപ്പോയതാണ്, ബോധപൂർവ്വം ഉറങ്ങിയതല്ല. അയാൾ നമസ്കരിക്കണമെന്ന് വിചാരിച്ചു, എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ഉറങ്ങിപ്പോയി. അങ്ങനെയുള്ള സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫൽ യുസല്ലിഹ, അപ്പോൾ അവനത് നമസ്കരിക്കണം. ഇദാ ദക്കറഹ, അവൻ ഓർമ്മ വന്ന ഉടനെ, മറന്നുപോയിട്ടുണ്ടെങ്കിൽ. ഇനി എഴുന്നേറ്റാലാണെങ്കിൽ എഴുന്നേറ്റ ഉടൻ. ലാ കഫാറത്തുൻ ലഹു ഇല്ലാ ദാലിക, അതല്ലാതെ ഇതിന് മറ്റൊരു കഫാറത്ത് ഇല്ല എന്നുള്ളതാണ്. ചില ആളുകൾ ഇപ്പോൾ സുബഹി നമസ്കരിക്കാതിരിക്കുകയും അത് ളുഹറിൻ്റെ കൂടെ നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒന്നും സ്വീകാര്യമല്ല. ബോധപൂർവം ഒരാൾ ഒരു നമസ്കാരം വൈകിപ്പിക്കുകയോ സമയം കഴിഞ്ഞ് നമസ്കരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ എത്ര തവണ അത് മടക്കി നമസ്കരിച്ചാലും ശരി, അത് സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇശാ നമസ്കാരത്തിൻ്റെ സമയം സുബ്ഹിയുടെ ബാങ്ക് കൊടുക്കുന്നത് വരെയല്ല, മറിച്ച് അർദ്ധരാത്രി വരെയാണ്. വല്ലാഹു അഅലം.